ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് മസാലപ്പൊടികളുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കാണിക്കുന്നത് ഫിഷ് മസാല, അതുപോലെ ചിക്കൻ മസാല, തന്തൂരി മസാല. ഇത്രയാണ്. ഇത് നല്ല ശുദ്ധമായി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ മീൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. മല്ലി കൂടി പോകണ്ട. ഇനി 1 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ പെരുംജീരകമാണ് കേട്ടോ. ജീരകം മാറിപ്പോവരുത്. ഇനി വലിയ ജീരകം എടുത്തതിൻ്റെ ഒരു പകുതി മാത്രമേ നമ്മൾ ചെറിയ ജീരകം എടുക്കാൻ പാടുള്ളൂ. ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് മണിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ടേബിൾ സ്പൂൺ പറയുന്നതിൻ്റെ കാരണം കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഗ്രാം അളവ് പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വീട്ടമ്മമാരാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ടീസ്പൂൺ അളവ് അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ അളവാണല്ലോ എടുക്കാറുള്ളത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവയും കൂടി പോകണ്ട കേട്ടോ. ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ കയ്പ്പായി പോവും. ഇനി ഒരു 15 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം എരിവാണെന്നുണ്ടെങ്കിൽ ഒരു 15-16 വറ്റൽമുളക് എടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു ബേ ലീഫ് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ബേ ലീഫ് എടുത്താൽ മതി. ബേ ലീഫും കൂടി പോകരുത്. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഒരു 2 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രാമ്പും കൂടി പോകരുത്. ബാക്കി നമ്മൾ ഏലക്ക, പട്ട ഒന്നും ചേർക്കരുത് കേട്ടോ. ഗരം മസാല ഒന്നും ചേർക്കരുത്. ഒരു 2 ഗ്രാമ്പു മാത്രം ചേർക്കുക. ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞളുടെ കഷ്ണം കൂടെ നിങ്ങൾക്ക് ചേർത്തിട്ട് വറുത്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും വറുക്കരുത്. പെട്ടെന്ന് തന്നെ കരിയൂട്ടുക. അപ്പോൾ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇനി ഇത് ഓരോന്ന് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം വറവായിട്ടുണ്ട്. കളർ മാറാണ്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ പാനിൽ കിടന്നിട്ട് തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് വറവായി കിട്ടും. തീ ഓഫ് ചെയ്തിട്ടും നമ്മൾ പാനിൻ്റെ ഒരു ചൂട് മാറോളം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിയും. ഇപ്പം നമുക്ക് കറിവേപ്പില പിടിച്ച് നോക്കിയാൽ അറിയാം നന്നായിട്ട് തന്നെ നെരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി തീ ഓഫ് ചെയ്യുക. ചൂടറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മളൊന്നുകൂടെ പൊടിച്ചെടുക്കുകയാണ്. മഞ്ഞൾ ഞാൻ പറഞ്ഞല്ലോ, വറുക്കുന്ന സമയത്ത് മഞ്ഞളുടെ കഷ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നല്ല മണവും ഗുണമൊക്കെ ഉള്ള നല്ലൊരു ഫിഷ് മസാലയാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും കറി വെക്കണേലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ ഉണക്കമല്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കുറഞ്ഞ അളവ് മാത്രമേ ഞാൻ പറയണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഓരോന്നും അതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. വലിയ ജീരകത്തിൻ്റെ പകുതി ആയിരിക്കണം എപ്പോഴും ചെറിയ ജീരകം കേട്ടോ. ചെറിയ ജീരകം കൂടി പോരുത്. ഇനി ഒരു 2 ബേ ലീഫ് ചേർക്കുന്നുണ്ട്. കുറച്ച് വലിയ ബേ ലീഫാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 3 ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 16 അത്ര ഒരു 15-16 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, ഒരു 3 വലിയ കഷ്ണം പട്ട, ഒരു 2 തക്കോലം, ഒരു ചെറിയ കഷ്ണം ജാതിക്ക കേട്ടോ. ജാതിക്ക, ജാതിപത്രി ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിവിടെ ജാതിക്കയുടെ കഷ്ണമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ചെറിയ ചൂടിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലും നമ്മൾ മഞ്ഞളുടെ പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കഷ്ണമായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി.
ഇനി നല്ല പോലെ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വറവായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക, ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വറവായി വന്നിട്ടുണ്ട്. കളർ മാറാണ്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കളർ മാറിയിട്ടുണ്ടെങ്കിൽ മസാല നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ബ്രൗൺ കളർ, ഒരു ബ്ലാക്ക് കളറായി പോവും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറവാവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി വറുത്തെടുക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടൊന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി, ഇല്ലെങ്കിൽ നമ്മൾ ഒരു കോരി സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി വറുത്തെടുത്താലും മതി. അതൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് വറവായി വരുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ, എല്ലാ മസാലയും മൂത്ത് വരുന്ന ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് ഒക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒന്നിച്ച് തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഇതാണ് കുറച്ചും കൂടെ ഈസി കേട്ടോ. മറ്റേത് ഓരോന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും. ഇത് പിന്നെ ഒരുപാട് നിങ്ങൾ ഉണ്ടാക്കി വെക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഉണ്ടാക്കി വെക്കുക. എപ്പോഴും ഇത് ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് അതിലേക്കും നമ്മളിതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മുളകെടുക്കുന്ന സമയത്ത് നിങ്ങൾ കാശ്മീരി മുളകാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല അതുപോലെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തന്തൂരി മസാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയിലേക്ക് തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അതുപോലെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുത്താൽ മതി. അതാണ് തന്തൂരി മസാല. അതുകൊണ്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് കാണിക്കാത്തതിൻ്റെ കാരണം. ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗരം മസാല ഉള്ളത് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല, ചിക്കൻ മസാല, തന്തൂരി മസാല അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ട്. മായം കലരാത്ത മസാല എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.